So guys, welcome back to a new video. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത് കോർ സ്ട്രെങ്ത്തും അതിനെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ അതിൽ അധികം ആൾക്കാർ നമുക്ക് കൂടുതൽ റിക്വയർമെൻറ്റ് വന്നത് അല്ലെങ്കിൽ ആവശ്യങ്ങൾ കൂടുതലായിട്ടുള്ളത് എങ്ങനെ വയറ് കുറക്കാം അല്ലെങ്കിൽ വയറ് കുറക്കാനുള്ള കുറച്ച് ടെക്നിക്സ് അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതൽ ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്തിട്ട് വന്നത്. അപ്പം ഇന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തത് എങ്ങനെ വയറ് കുറക്കാം എന്നുള്ളതിനെ കുറിച്ച് പറയാമെന്ന് കരുതിയിട്ടാണ്. കോർ പാർട്ട് നമ്പർ 2. ഓക്കെ, അതായത് നമുക്ക് സിമ്പിളായിട്ടുള്ള കുറച്ച് വർക്കൗട്ട്സ് ഉണ്ടാവും. അത് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. അപ്പം നമ്മൾ ഈ ഡൗട്ട് ഇപ്പോൾ വയറ് കുറയ്ക്കണമെന്ന് കുറേ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പം അതിൽ ഒരു വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കോറിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടുക. അപ്പോൾ നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന എക്സസൈസ് ചെയ്യേണ്ടത് തന്നെ വയറ് കുറയാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ എന്താ പറയുക, ഇപ്പം കോറ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് ബാക്ക് സ്ട്രെങ്ത്തും അതുപോലെ തന്നെ നമ്മുടെ പോസ്റ്റർ ക്ലിയറൻസ് അങ്ങനെ കുറേ ഉപകാരങ്ങളുണ്ട്. വയറ് മാത്രം കുറയാലല്ല അതിൻ്റെ ഒരു കൺസെപ്റ്റ്. ഓക്കെ, ഒരുപാട് വർക്കൗട്ട്സും ഉണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് ഒരു ആസ് എ ബിഗിനർ എന്നുള്ള ലെവൽ അല്ലെങ്കിൽ ഒന്നും ചെയ്യാത്ത ഒരാൾ എന്തെങ്കിലും ഒരു വർക്കൗട്ട് എന്നുള്ള ലെവൽ സിമ്പിളായിട്ടുള്ള 2 വർക്കൗട്ട്സ് ഞങ്ങൾക്ക് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് ഡയറക്റ്റായിട്ട് ഞങ്ങളിപ്പോൾ തരുന്ന വർക്കൗട്ട് ചെയ്യല്ല വേണ്ടത്. അതിനൊരു സ്ട്രക്ചർ ഉണ്ട്, ഒരു വർക്കൗട്ട് സ്ട്രക്ചർ ഉണ്ട്. ആദ്യം നമ്മളൊന്ന് വാമപ്പ് ചെയ്യണം, പിന്നെ ഇപ്പോൾ പറഞ്ഞ വർക്കൗട്ടുകളൊക്കെ ചെയ്യണം, പിന്നെ അതിനുശേഷം ഒന്ന് വാം ഡൗൺ ചെയ്യണം. അപ്പം ഈ വർക്കൗട്ട് സ്ട്രക്ചറിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഇപ്പോൾ താഴെ കൊടുക്കാം. പിന്നെ റൊട്ടേഷൻസ് ചെയ്യേണ്ടതാണെങ്കിലും വാം ഡൗൺ ചെയ്യേണ്ടതാണെങ്കിലും അതിൻ്റെയൊക്കെ വീഡിയോസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞങ്ങൾ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് പുറമെ അതിലും ഞങ്ങൾ ആരും മുന്നേ കൊടുത്ത വർക്കൗട്ടും അത് ലൈറ്റ് വർക്കൗട്ട്സ് തന്നെയാണ്. അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാം. ഇപ്പോൾ ഈ തരുന്ന വർക്കൗട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാതെ ആ മുമ്പിലത്തെ വീഡിയോസ് നിങ്ങൾ ജസ്റ്റ് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ ഉണ്ടാവും. റൊട്ടേഷൻസ് എന്താണ്, അല്ലെങ്കിൽ ബോഡി വാമപ്പ് എന്താണ്, ബോഡി വാം ഡൗൺ എന്താണ്, ആ ഒരു സ്ട്രക്ചറിൽ തന്നെ നമ്മൾ മൂവ് ചെയ്യണം. നേരെ പോയി നമ്മൾ ആ വർക്കൗട്ട് ചെയ്യല്ല വേണ്ടത്. അത് നമുക്ക് ഇഞ്ചുറി ഉണ്ടാക്കാനുള്ള ചാൻസസ് കൂടും. സോ ലൈറ്റ് വാമപ്പ്, വർക്കൗട്ട്, വാം ഡൗൺ, ആ ഒരു പ്രോസസ്സിൽ തന്നെ നിങ്ങൾ മൂവ് ചെയ്യണം. അത് ഞങ്ങൾ കൊടുക്കാം. അത് ജസ്റ്റ് നിങ്ങൾ കയറി കണ്ടാൽ കുറച്ചും കൂടി ഐഡിയ ഉണ്ടാവും. അപ്പം നമ്മളിപ്പോൾ ഓൾറെഡി 2 വർക്കൗട്ട് ഇതിന് മുമ്പിട്ടു. ഒന്ന് തദാസന എന്ന് പറഞ്ഞൊരു വർക്കൗട്ടും പിന്നെ ഒന്ന് പ്ലാങ്ക് ചെയ്യണതും. അപ്പോൾ ആദ്യം നിങ്ങൾ അത് ചെയ്യുക. ആദ്യം നിങ്ങൾ വാമപ്പ് ചെയ്യുക, പിന്നെ ആ 2 വർക്കൗട്ട് ചെയ്യുക, പിന്നെ ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന 2 വർക്കൗട്ട് ചെയ്യുക, അതിനുശേഷം വാം ഡൗൺ ചെയ്യുക. ഇത് ഇനി നമ്മൾ ഇതിൽ കൂടുതൽ ഇനിയും വർക്കൗട്ട് ഇടും. അതൊക്കെ നിങ്ങൾ ആഡ് ഓൺ ചെയ്ത് വരിക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ചേഞ്ചസ് വരുത്തുന്നതായിരിക്കും വർക്കൗട്ടിൽ. അതുപോലെ ഞങ്ങൾ ഇപ്പം ഇന്ന് കാണിക്കാൻ പോകുന്നത് സിമ്പിളായിട്ട് ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ലൈക്ക് നമുക്ക് കുറേ ആൾക്കാർക്ക് പല എക്സസൈസസ് ഉണ്ടാവും. അധികം ആൾക്കാരുടെ റിക്വയർമെൻറ്റും ഈ ഒരു പോർഷൻ നമ്മുടെ ഈ ഒരു വയറ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വയറ് കുറക്കണം എന്നുള്ള കൺസെപ്റ്റാണ് അധികം ആൾക്ക് മെജോറിറ്റി ഒരു 80 to 90% ആൾക്കാരും പറയാം. നമുക്ക് ശരിക്കും വിസിബിൾ ആയിട്ടുള്ള മസിൽസും നോൺ വിസിബിൾ ആയിട്ടുള്ള മസിൽസും ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ഞങ്ങളിപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നോൺ വിസിബിൾ ആയിട്ടുള്ള മസിൽസ് ഉണ്ട്. അതായത് TVA, ട്രാൻസ്വേഴ്സ് അബ്ഡോമിനസ്. ഓക്കെ, അതിനെക്കുറിച്ച് അതല്ലെങ്കിൽ ആ ഒരു മസിലിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു വർക്കൗട്ടിനെ കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, നമുക്കൊരു എന്താ പറയുക, ഇപ്പം ഒരു മസിൽസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് മസിൽസ്. നമ്മുടെ 6 back മസിൽസ്, അതുപോലെ തന്നെ സൈഡ് ഒബ്ലിക്സ്, ഇൻറ്റേർണൽ എക്സ്റ്റേർണൽ, അതുപോലെ നമ്മുടെ എന്താ പറയുക ഇന്റേർണൽ മസിൽസ്, കുറേ മസിൽസ് ഉണ്ടാവും. ഓക്കെ, അപ്പം അതിന് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസസ് ഞങ്ങൾ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. സോ ഓക്കെ, നമുക്ക് ഇന്ന് ഫസ്റ്റ് ആ വീഡിയോ കാണാം. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റൈറ്റ്, അപ്പോൾ ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ വർക്കൗട്ട് പറയാം. നമ്മൾ പറഞ്ഞു TVA മസിൽസിനെ, അതായത് നമ്മൾ കാണാത്ത മസിലിനെ ആക്ടിവേറ്റ് ചെയ്യിക്കാനുള്ള വർക്കൗട്ടാണിത്. അതായത് നമ്മളെ നട്ടെല്ലിന് ചുറ്റും ഉള്ളിലോട്ടുള്ള മസിൽ, അതായത് നമ്മളെ നട്ടെല്ലിന് ഒരു ബെൽറ്റായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന മസിലാണ് TVA എന്ന് പറഞ്ഞ മസിൽ. അപ്പോൾ അതിനെ ആക്ടിവേറ്റ് ആക്കാനുള്ളൊരു എക്സസൈസാണ് പറയുന്നത്. വളരെ സിമ്പിളാണ് എക്സസൈസ്, പക്ഷേ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യണം. കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്താലും കുഴപ്പമില്ല, കുറച്ച് നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. ഓക്കെ, നമുക്ക് ആദ്യം ഇങ്ങനെ കിടക്കുക, ഈ മുട്ടൊന്ന് ബെൻഡ് ചെയ്യുക. മുട്ട് ബെൻഡ് ചെയ്യണ സമയത്ത് മുട്ട് തമ്മിൽ ഈ മുട്ടുകൾ തമ്മിൽ ഇങ്ങനെ വിട്ടുപോവുകയും ചെയ്യരുത്, അടുത്താവുകയും ചെയ്യരുത്. അത് തന്നെ ഇങ്ങനെ താഴ്ന്നു പോവുകയും ചെയ്യരുത്, വല്ലാണ്ട് അടുപ്പിച്ചും വരരുത്. ഇതിനൊരു മീഡിയം ലെവലിൽ വെക്കുക. കുറച്ച് ഗ്യാപ്പിൽ കുറച്ച് ചെറിയൊരു വിടുത്തപ്പാട്ടിൽ വെക്കുക. ഓക്കെ, കൈ ജസ്റ്റ് ഇവിടെ പ്ലേസ് ചെയ്യുക. 2 കൈയും നമ്മൾ ഈ ബെല്ലീൻ്റെ നേരെ പ്ലേസ് ചെയ്യുക. ഇതാണ് നമ്മളെ പൊസിഷൻ, നോർമൽ പൊസിഷൻ. ഇതാണ് ചെയ്യേണ്ടത്. ജസ്റ്റ് 4 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. 4 കാര്യങ്ങൾ. അതിൽ ആദ്യത്തെ കാര്യം ഞാൻ പറയാം. ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പൊസിഷനിൽ കിടന്നിട്ട് ഇപ്പോൾ നമ്മൾ യൂറിൻ പാസ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് അത് നമുക്ക് പോവാണ്ട് നമ്മളൊന്ന് ഇൻ്ററപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ഫ്ലോനെ നമ്മളൊന്ന് പിടിച്ചു വെക്കുമല്ലോ.
ആ ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു കൺട്രാക്ഷൻ നമ്മൾ ഫീൽ ചെയ്തുകൊണ്ട് നിൽക്കുക. ജസ്റ്റ് ഒരു 2 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 3 സെക്കൻഡ്സ് അത് നമ്മൾ ഹോൾഡ് ചെയ്ത് നിൽക്കുക. ഇപ്പോൾ നമ്മൾ വയറൊക്കെ ഫില്ലായി വെള്ളം കുടിച്ച് നമുക്ക് യൂറിൻ പാസ് ചെയ്യണം, പക്ഷെ നമുക്ക് പറ്റാത്തൊരവസ്ഥയിൽ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കൂലേ, അതുപോലെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുക. ദെൻ ബ്രീത്ത് ഔട്ട്, അഗെയിൻ ബ്രീത്ത് ഔട്ട് അല്ല, ഹോൾഡ് ചെയ്യുക, പിന്നെയും ഹോൾഡ് ചെയ്യുക, പിന്നെ അത് റിലീസ് ചെയ്യുക, പിന്നെ അത് ഹോൾഡ് ചെയ്യുക, പിന്നെ അത് റിലീസ് ചെയ്യുക. അങ്ങനെ നമ്മളൊരു 12 പ്രാവശ്യം അല്ലെങ്കിൽ ഒരു 10 പ്രാവശ്യം ചെയ്യുക. 10 റെപ്പറ്റീഷൻസ് ചെയ്യാം. 10 പ്രാവശ്യം ചെയ്യണതിനാണ് നമ്മൾ 10 റെപ്പറ്റീഷൻസ് ചെയ്യാന്ന് പറയാം. അങ്ങനെ 10 എണ്ണം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഒരു സെറ്റായി. ഓക്കെ, അങ്ങനെ 2 സെറ്റ് വീതം ചെയ്യാം. ഓക്കെ, അതാണ് ആദ്യത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ പൊസിഷനിൽ തന്നെ കിടക്കുക. നമ്മളെ ബെല്ലി ബട്ടൺ, അതായത് ഈ പൊക്കിൾ നമ്മൾ നന്നായിട്ട് അകത്തോട്ട് വലിക്കുക. നന്നായിട്ട് അകത്തോട്ട് വലിച്ച് പിടിച്ചിട്ട് നമ്മൾ നട്ടലിൻ്റെ മുട്ടിക്കണ രീതിയിൽ നന്നായിട്ട് വലിച്ച് ഉള്ളോട്ടിലോട്ട് കൺട്രാക്ട് ചെയ്യുക. ഹോൾഡ് ചെയ്യുക, ദെൻ റിലീസ് ചെയ്യുക. ഓക്കെ, ഇതും അതേപോലെ തന്നെ നമ്മൾ 10 പ്രാവശ്യം 10 റെപ്പറ്റീഷൻസ് ചെയ്യുക. 10 റെപ്പറ്റീഷൻസിൻ്റെ 2 സെറ്റ് ചെയ്യുക. ഓക്കെ, അടുത്തത്. അപ്പോൾ രണ്ടാമത്തത് കഴിഞ്ഞു. ഇനി മൂന്നാമത്തത്. ഈ 2 പ്രോസസ്സും നമ്മൾ യൂറിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് പോലെയും വയറ് ഉള്ളിലോട്ടാക്കുന്നത് പോലെയും ഈ 2 സംഭവങ്ങളും ഒരുമിച്ച് ചെയ്യുക. ഇതും സെയിം 10 റെപ്പറ്റീഷൻസ് വീതം 2 സെറ്റ് ചെയ്യുക. ഓക്കെ, അവസാനത്തെ എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ ചെയ്യുന്നത് ബ്രീത്ത് ചിലപ്പോൾ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടായിരിക്കും ചെയ്യുക. ലാസ്റ്റത്തത് നമ്മൾ ബ്രീത്ത് ഹോൾഡ് ചെയ്ത് വെക്കാതെ ഒന്ന് ഫ്രീ ആയിട്ട് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് ഈ 2 സംഭവങ്ങളും കോൺട്രാക്ട് ചെയ്ത് വെക്കുക. അതായത് യൂറിൻ ഫ്ലോ ആവുന്നതും നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് പോലെയും ബെല്ലി ബട്ടൺ ഉള്ളിലോട്ടാക്കുന്നത് പോലെയും 2ഉം ഒരുമിച്ച് ചെയ്യുക. ബ്രീത്ത് നോർമലായിട്ട് ഇൻ ആൻഡ് ഔട്ട് ചെയ്യുക. ഇത് ചിലപ്പോൾ നമുക്ക് 10 എണ്ണം ആദ്യം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് അതൊരു 5-6 റെപ്പറ്റീഷൻസ് 2 സെറ്റ് വീതം ചെയ്താൽ മതി. ഓക്കെ, ഇതിൽ ചെറിയൊരു കാര്യം, ഇതിപ്പോൾ നമ്മുടെ ഒരു ബിഗിനേഴ്സ് ആണ് ഇത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ലൈക്ക് അപ്പം ബ്രീത്ത് ഇൻടേക്ക് ചെയ്ത് ഇൻഹെയിൽ ചെയ്ത് എക്സ്ഹെയിൽ ചെയ്യുമ്പം അറ്റ് എ ടൈം 2ഉം നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പം ആദ്യം എന്താക്കുക, നിങ്ങൾ നോർമൽ ഒരു പാറ്റേണിൽ എത്തുക. ബ്രീത്ത് ഇൻടേക്ക് ചെയ്യുക, ഔട്ട് ചെയ്യുക. ദാറ്റ് മീൻ ഇൻഹെയിലും ചെയ്യുക, എക്സ്ഹെയിലും ചെയ്യുക. അതിനനുസരിച്ച് നിങ്ങളൊരു വർക്കൗട്ട് ചെയ്യുക. ദെൻ ബാക്ക് ടു നെക്സ്റ്റ് വർക്കൗട്ട്. അതങ്ങനെ ഗ്രാജുവലി അത് ചെയ്ത് നമ്മൾ ആ ഒരു കൺട്രോളിൽ എത്തിക്കണം. ഞങ്ങളൊരു ബിഗിനിങ്ങിൽ തന്നെ നിങ്ങൾക്ക് ബ്രീത്ത് ഇൻടേക്ക് ചെയ്ത് ഔട്ട് ചെയ്ത് ആ വർക്കൗട്ട് ചെയ്യുന്ന വെച്ചാൽ അത് ബുദ്ധിമുട്ടുള്ള കേസാണ്. ലാസ്റ്റ് 3ാമത്തതും 4ാമത്തെ വർക്കൗട്ടാണ് പറഞ്ഞത്. അത് ഗ്രാജുവലി നിങ്ങൾ ആ ഒരു ഫസ്റ്റിലത്തെ 2 വർക്കൗട്ട് ചെയ്ത് 3ാമത്തതും 4ാമത്തതും ആ ഒരു ഫ്ലോയിൽ എത്തിക്കാൻ നോക്കുക. റൈറ്റ്? ഓക്കെ, പിന്നെ ഇതെന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എങ്കിൽ നമുക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിക്കാം, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്ത് ചോദിക്കാം. എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. സോ ഗൈസ്, നമുക്ക് രണ്ടാമത്തെ വർക്കൗട്ട് നോക്കാം. കുറേ വർക്കൗട്ട്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സെക്കൻഡ് വർക്കൗട്ട്, ഇതിന് സ്റ്റാൻഡിങ് ആപ്പ് ക്രഞ്ചേഴ്സ് എന്നാണ് പറയുക. ഇതിൻ്റെ കുറേ അഡ്വാൻസ് വേർഷൻസും ഉണ്ട്. അപ്പോൾ സിമ്പിൾ നമുക്ക് ആദ്യം ഒരു ബിഗിനർക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. റൈറ്റ്, സ്ട്രെയിറ്റ് നിൽക്കുക. ഓക്കെ, കൈ നേരം ഇതല്ല ചെയ്യും. ഓക്കെ, റൈറ്റ് ലെഗ് ബാക്കിൽ. ഓക്കെ, നേരെ നിൽക്കുക. നിങ്ങളുടെ റൈറ്റ് ലെഗ് ബാക്കിൽ വെക്കുക. ക്രഞ്ച് ചെയ്ത് ഗുഡ്. ഇതായിരിക്കണം നിങ്ങളുടെ ഫസ്റ്റ് റൈറ്റ് ലെഗ്. ഒന്നുകൂടി ചെയ്ത്. ഓക്കെ, ഈ റൈറ്റ് ലെഗ് പൊന്തുന്ന സമയങ്ങളിൽ നിങ്ങൾ എന്താക്കുക, ഓപ്പോസിറ്റ് ഡയഗണലായിട്ടുള്ള ലെഫ്റ്റ് ഹാൻഡ് അതിനനുസരിച്ച് ട്വിസ്റ്റ് ചെയ്യുക. ചെയ്ത് എക്സലൻറ്റ്. റെഡി, ഗോ. 1, ക്രഞ്ച് യുവർ ബോഡി. 2, ഗുഡ്. 3. ആദ്യം ഒരു 10 റെപ്പിറ്റേഷൻസ് നിങ്ങൾ എന്താക്കുക, ലെഫ്റ്റ് ചെയ്യുക. അതിനുശേഷം റൈറ്റ് ലെഗ്, അത് ഒരു സെറ്റാണ്. ഓക്കെ, അങ്ങനത്തെ 20 റെപ്പിറ്റേഷൻസോ 30 റെപ്പിറ്റേഷൻസോ ഒരു ബിഗിനിങ്ങിൽ ആദ്യം ഒരു 2 സെറ്റൊക്കെ ചെയ്താൽ മതിയാവും. ഗ്രാജുവലി അതിൻ്റെ ഇൻറ്റൻസിറ്റി നിങ്ങൾ കൂട്ടി കൊണ്ടുവരാം. ഓക്കെ, അപ്പം മാക്സിമം എന്താക്കുക, ബോഡി അധികം ടിൽറ്റ് ചെയ്യാതെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ ചെരിഞ്ഞ് വളഞ്ഞ് കളിക്കാതെ നോർമൽ സ്ട്രെയിറ്റ് നിൽക്കുക. ജസ്റ്റ് ഈ ഒരു ആങ്കിൾ മാത്രം നിങ്ങൾ കറക്റ്റ് ഈ ഒരു പോർഷൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. സോ എനിത്തിങ് ടു പിന്നൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഈ 2 വർക്കൗട്ടാണ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അതിലൊരു വർക്കൗട്ടിൻ്റെ സ്ട്രക്ചർ ഫോളോ ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ടിൻ്റെ ബേസിക് സ്ട്രക്ചറിൻ്റെ വീഡിയോ ഞങ്ങൾ താഴെ ഇടുന്നുണ്ട്.
ആദ്യം വാമപ്പ്, പിന്നെ നമ്മൾ ഈ വർക്കൗട്ടിന് മുമ്പ് കോർ എക്സസൈസ് പാർട്ട് 1 എന്ന് പറഞ്ഞിട്ടൊരു എക്സസൈസ് കൊടുത്തിട്ടുണ്ട്, അതും ചെയ്യാം. പിന്നെ ഇന്ന് തന്ന 2 വർക്കൗട്ടും ചെയ്യാം. അതിന് ശേഷം വാം ഡൗണും ചെയ്യാം. ഓക്കെ, സോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. സോ വൈൻഡ് അപ്പ് ചെയ്യാം, റൈറ്റ്? ഓക്കെ. സോ സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.